അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ മയ്യത്ത് നമസ്കാരത്തിൻ്റെ വേളയിൽ എപ്പോഴുമുള്ള തർക്കമാണ്. പലവട്ടം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളെ കൊണ്ട് മയ്യത്ത് നമസ്കരിപ്പിക്കാത്ത പല ആളുകളുമുണ്ട്. അവർ പറയുന്നത് സ്ത്രീകൾ മയ്യത്ത് നമസ്കരിച്ചാൽ പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരം കൊണ്ടൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കേണ്ട എന്ന് പറയുന്ന വളരെ ഒരു പ്രമാണവിരുദ്ധമായ നിലപാടാണത്. സത്യം പറഞ്ഞാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ത് ചെയ്തു? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവരാൻ ആളെ പറഞ്ഞേക്കുകയും അങ്ങനെ ബിജനാസതിഹി ഫിൽ മസ്ജിദ്, പള്ളിയിൽ മയ്യിത്ത് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. മയ്യിത്ത് പള്ളിയിൽ കയറ്റാത്ത പല മദ്ഹബുകാരും നമ്മുടെ നാട്ടിലുണ്ട്. പ്രാമാണികമായി മയ്യിത്ത് നജസല്ല, മനുഷ്യൻ്റെ മയ്യിത്ത് നജസല്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രവേശിപ്പിക്കാം. കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൽപ്പന പ്രകാരം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്നു എന്ന് കൃത്യമായി ഹദീസിലുണ്ട്. എന്നിട്ടോ ഫയുസ്വല്ലീന അലൈഹി, പ്രവാചകന്റെ പത്നിമാർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് നമസ്കരിച്ചു. ഇത് അറിഞ്ഞപ്പോൾ ആളുകൾ പലരും ആക്ഷേപിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് ആക്ഷേപിക്കുന്നത് പോലെ പലരും ആക്ഷേപിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മറുപടി കൊടുത്ത് എന്താണെന്നറിയാമോ? അറിവില്ലാത്ത കാര്യത്തിൽ എത്ര പെട്ടെന്നാണ് മനുഷ്യർ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരുന്നതിന് എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? അറിവില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൂടെ എന്ന് ഇസ്ലാമിക ലോകത്ത് വലിയ ഇൽമിന്റെ ബഹർ തന്നെ സൃഷ്ടിച്ച പ്രവാചക ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മുദരിസത്തായിരുന്ന, മുഅല്ലിമത്തായിരുന്ന, അതേപോലെ തന്നെ ഒരു ഷാഇറത്തായിരുന്ന, കവിയായിരുന്ന, ഒരു തൊബീബത്തായിരുന്ന, വൈദ്യയായിരുന്ന, ഇൽമിന്റെ നിറകുടമായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പള്ളിയിൽ മയ്യിത്ത് കൊണ്ടുവന്ന് ആ മയ്യിത്തിന് വേണ്ടി ആയിഷ ബീബി ഉൾപ്പെടെയുള്ള പ്രവാചക പത്നിമാർ നമസ്കരിച്ചതിനെ വിമർശിച്ചവർക്കെതിരെ ശക്തമായി താക്കീത് കൊടുക്കുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. ഈ താക്കീത് നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതന്മാർക്ക്, എല്ലാവരും എന്നല്ല, ചില പണ്ഡിതന്മാർക്കും ചില ആളുകൾക്കും ബാധകമാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ അതിന് മറുപടിയായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.